പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ വിവിധ പേരുകളെക്കുറിച്ചും ഒക്കെ നമ്മൾ ധ്യാനിക്കുകയായിരുന്നല്ലോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവനിൽ നിന്നും പുറത്തേക്കും ഒഴുകുന്ന കുറേ ഫലങ്ങളുണ്ട്. ആ ഫലങ്ങളെക്കുറിച്ച് നമ്മൾ അല്പസമയം നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹമാണ്. ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഫലം എന്ന് പറയുന്നത് സ്നേഹമാണ്. വിശുദ്ധ ഗ്രന്ഥം വളരെ വ്യക്തമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നു. യോഹന്നാൻ്റെ ലേഖനം 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 8-ാം തിരുവചനം. അവിടെ ഇപ്രകാരം പറയുകയാണ്: സ്നേഹിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം സ്നേഹമാണ്. സ്നേഹിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം സ്നേഹമാണ്. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനിൽ നിന്നും സമൂഹത്തിലേക്കോ മറ്റു വ്യക്തികളിലേക്കോ ദൈവത്തിൻ്റെ സ്നേഹം ഒഴുകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെയാണ്. ദൈവം ഒരു വ്യക്തിയിൽ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ഒരു വ്യക്തിയിൽ നിന്നും പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും. അത് ദൈവസ്നേഹമായതുകൊണ്ടാണ്. എന്നാൽ ഈ ദൈവസ്നേഹത്തിന് അപ്പുറത്ത് പിശാചിനും സ്നേഹമുണ്ട്. പിശാച് സ്നേഹിക്കുന്നത് ചിലപ്പോൾ പക്ഷേ ജഡികമായ ആസക്തിയോടെയാകാം, സ്വാർത്ഥതയോടെയാകാം, മറ്റുള്ളവരെ തകർക്കാൻ വേണ്ടിയിട്ടാകാം. സ്നേഹിച്ച് സ്നേഹം കൂടി നിന്ന് മറ്റുള്ളവരെ തകർക്കുവാൻ, മറ്റുള്ളവരെ നശിപ്പിക്കുവാൻ ഒരു വ്യക്തി സ്നേഹിക്കുന്നുവെങ്കിൽ അത് ദൈവാത്മാവിൻ്റെ സ്നേഹമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാൽ ആ സ്നേഹത്തെ അതൊരു പൈശാചികമായ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് അത്തരത്തിലൊരു വ്യക്തിക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം എപ്പോഴും നിഷ്കളങ്കമാണ്. അതൊരു പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് പ്രതിഫലം സ്വീകരിക്കാതെയോ അല്ലെങ്കിൽ ഇച്ഛിക്കാതെയോ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിന് ആത്മാർത്ഥതയുണ്ട്. ആ ആത്മാർത്ഥ സ്നേഹമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന ദൈവസ്നേഹം. അതുകൊണ്ടാണ് ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം സ്നേഹമാണ്. അതായത് ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് പോലും സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്വഭാവം വെറുപ്പല്ല. വെറുപ്പ് എന്ന സ്വഭാവം അത് സാത്താൻ്റെയാണ്, ദൈവത്തിൻ്റെ അല്ല. അപ്പോൾ ഒരു വ്യക്തിയിൽ നിന്നും പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്നു കഴിയുമ്പോൾ ആ വ്യക്തിയിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന സ്നേഹം ഏത് തരത്തിലുള്ളതാണ് എന്ന് ഓരോ വ്യക്തികളും സ്വയം ഒന്ന് ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതാണ്. എന്നിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന സ്നേഹം മറ്റുള്ളവരുടെ സമ്പത്ത് സ്വന്തമാക്കുവാനോ, അതല്ലെങ്കിൽ ലോഹ്യം കൂടി നിന്ന് എങ്ങനെയെങ്കിലും കസേര തട്ടിയെടുക്കുവാനോ, സ്ഥാനമാനങ്ങൾ സ്വന്തമാക്കുവാനോ ഇത്തരത്തിലുള്ള സ്നേഹമാണോ? അത് മറ്റുള്ളവരോട് പ്രതിഫലം ഇച്ഛിക്കാതെ നിരുപാധികം പൂർണ്ണമായും നിഷ്കളങ്കമായി സ്നേഹിക്കുന്ന ഒരു മനോഭാവമാണോ എൻ്റേത് എന്ന് ദൈവത്തിരുമുമ്പിൽ നാം ഓരോരുത്തരും ആത്മപരിശോധന ചെയ്യേണ്ടതുണ്ട്. പ്രിയ സഹോദരങ്ങളെ, കാരണം മറ്റൊന്നുമായിട്ടല്ല, ദൈവത്തിൻ്റെ സ്വഭാവം സ്നേഹമാണ്. ഇന്ന് അനേകം വ്യക്തികൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ടതും ഈ ദൈവസ്നേഹാനുഭവമാണ്. അതായത് ജഡികമായി ജീവിക്കുന്ന ജഡിക ആസക്തിയുള്ളൊരു മനുഷ്യന് അവൻ്റെ സ്വഭാവ വൈകല്യങ്ങളിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം
തന്നെയാകുന്ന ദൈവത്തിൻ്റെ സ്വഭാവം ഒരു വ്യക്തിയിൽ വന്നു ചേരണം. മാനുഷിക സ്വഭാവത്തിലേക്ക് ദൈവിക സ്വഭാവം കൂട്ടിച്ചേരുക. പ്രാർത്ഥനയിലൂടെ അതാണ് ഒരു മനുഷ്യന് ലഭിക്കുന്നത്. അപ്പോൾ ആ ദൈവിക സ്വഭാവം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന സ്നേഹമാണ്. അപ്പോൾ ഓരോരുത്തരും ഒന്ന് ആത്മപരിശോധന ചെയ്യണം. എനിക്ക് ദൈവവുമായിട്ട് എത്രമാത്രം വ്യക്തിപരമായ ബന്ധമുണ്ട്? ആ വ്യക്തിബന്ധത്തിലൂടെ ദൈവത്തിൽ നിന്നും എനിക്ക് കിട്ടുന്ന ആ നിഷ്കളങ്കമായ സ്നേഹം, സ്വാർത്ഥതയില്ലാത്ത സ്നേഹം ഞാൻ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്ന ഒരു വ്യക്തിയാണോ? വചനത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, യെരമ്യായുടെ പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. യെരമ്യായെ നോക്കിക്കൊണ്ട് മാത്രം പറയുന്ന കാര്യമല്ല ഇത്. പിന്നെയോ ഈ ഭൂമിയിലുള്ള ഓരോ മക്കളെയും നോക്കിക്കൊണ്ട് ദൈവമായ കർത്താവ് പറയുന്നൊരു കാര്യമാണ്, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലമാണ്. അപ്പോൾ പ്രിയ സഹോദരങ്ങൾ, ഇത് പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ സ്വഭാവം സ്നേഹമാണ്. ആ സ്നേഹം തന്നെയാകുന്ന ദൈവത്തിൻ്റെ സ്വഭാവം ദൈവത്തെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ സ്വഭാവം മറ്റുള്ളവരിലേക്ക് പടർത്തിക്കൊടുക്കുവാൻ, മറ്റുള്ളവർക്ക് നൽകുവാൻ ഓരോ വ്യക്തിയും കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കി ഒന്ന് ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതാണ്. ദൈവത്തിൻ്റെ സ്വഭാവം സ്നേഹമാണെങ്കിൽ ആ സ്വഭാവം എന്നിൽ നിന്നും പുറത്തേക്ക് ഒഴുകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാനൊരു ദൈവ പൈതലായി മാറ്റപ്പെടുന്നത്. അങ്ങനെ ആ സ്നേഹം എന്നിൽ നിന്നും പുറത്തേക്ക് ഒഴുകപ്പെടണമെങ്കിൽ ദൈവം തന്നെയാകുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നാം ഓരോരുത്തരും നിറയപ്പെടുമ്പോൾ ആ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് ഒഴുക്കുവാൻ സാധിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങ് സ്നേഹമാണ്. അങ്ങിൽ വസിക്കുന്നവർ സ്നേഹത്തിൽ വസിക്കുന്നു. അവിടുത്തെ സ്നേഹം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് അങ്ങ് ചൊരിയണമേ. അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാര ബലിയായി ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി കർത്താവേ, അതുപോലെ അന്നങ്ങ് കാൽവരിയിൽ അങ്ങയുടെ ജീവൻ തന്നെയാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയത്. ആ ജീവൻ തന്നെയാകുന്ന ആത്മാവിനെ സ്വീകരിച്ച് മറ്റുള്ളവരിലേക്ക് ആ സ്നേഹം പങ്കുവച്ചു കൊടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.